വീണ്ടും ലേൺ എക്കണോമിക്സിലേക്ക് സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷാ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള സീരീസ് തുടരുകയാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഈ പാർട്ടിൽ മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാന ടോപ്പിക്കായ ഡിമാൻഡ് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. HSA സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. എന്താണ് ഡിമാൻഡ്? Demand is the quantity of a good or service that consumers are willing and able to purchase at a given price. ഈ ഒരു ഡെഫിനിഷനിലൂടെ മനസ്സിലാക്കേണ്ടതെന്നാൽ ഒരു സാധനം ഡിമാൻഡ് ചെയ്യപ്പെടണമെങ്കിൽ ഒരേ സമയം 3 ഘടകങ്ങൾ ഒത്തുചേരേണ്ടതുണ്ട്. ഒന്ന് ഡിസയർ, കൺസ്യൂമറിന് ആ വസ്തുവിനോട് താല്പര്യമുണ്ടായിരിക്കണം. 2 എബിലിറ്റി ടു പേ, ആ ഒരു കമ്മോഡിറ്റി പണം കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി കൺസ്യൂമറിന് ഉണ്ടായിരിക്കണം. അതേപോലെ മൂന്നാമത്തത് വില്ലിങ്നെസ് ടു പേ, അതിൻ്റെ നിശ്ചിത വില നൽകി വാങ്ങാൻ കൺസ്യൂമർ സന്നദ്ധനും ആയിരിക്കണം. എത്രയധികം വരുമാനമുള്ള വ്യക്തിയായാലും അയാൾക്ക് യൂട്ടിലിറ്റി നൽകാത്ത ഒരു സാധനം ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യില്ല. ഇനി കൺസ്യൂമറിന് ഡിസയർ ഉണ്ട്, പക്ഷെ അയാൾക്ക് പേ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഈ ഒരു സന്ദർഭത്തിലും ഡിമാൻഡ് സംഭവിക്കുന്നില്ല. അതേപോലെ കൺസ്യൂമറിന് ഡിസയറുമുണ്ട്, പണം കൊടുക്കാനുള്ള എബിലിറ്റിയുമുണ്ട്, പക്ഷേ ആ ഒരു കമ്മോഡിറ്റിയുടെ മാർക്കറ്റ് വില നൽകി അത് വാങ്ങാൻ അയാൾ വില്ലിങ് അല്ലാത്ത സാഹചര്യത്തിലും ഡിമാൻഡ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഡിസയർ, എബിലിറ്റി, വില്ലിങ്നെസ് എന്നീ 3 ഘടകങ്ങളും ഒന്നിച്ചു വരണമെന്ന് പറയുന്നത്. ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. ഡിമാൻഡും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഇതാണ് ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ. ഇവിടെ dx എന്നാൽ x എന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡ്, px കമ്മോഡിറ്റി എക്സിന്റെ പ്രൈസ്, pr എന്നാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആണ്. അത് 2 തരമുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് ഉദാഹരണമാണ് ടീയും കോഫിയും. ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അതേസമയം ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ഉദാഹരണം ബൈക്കും പെട്രോളും. ഇനി Y എന്നാൽ കൺസ്യൂമറിന്റെ ഇൻകത്തെ സൂചിപ്പിക്കുന്നതാണ്. T എന്നാൽ കൺസ്യൂമറിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ആണ്. F എന്നാൽ ഭാവിയിലെ വിലയിലെ മാറ്റത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ്. ഈ ഘടകങ്ങളെല്ലാം ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദി ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ്. മറ്റു ഘടകങ്ങളെല്ലാം മാറ്റമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ വിലയും ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ അളവും തമ്മിലുള്ള ബന്ധം വിപരീത ദിശയിലായിരിക്കുമെന്നാണ് ലോ ഓഫ് ഡിമാൻഡ് അഥവാ ചോദന നിയമം വ്യക്തമാക്കുന്നത്. ഇതാണ് ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ. വിവിധ വിലകളിൽ എത്ര ക്വാണ്ടിറ്റി കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നുവെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. കമ്മോഡിറ്റിയുടെ വില 5 രൂപയായിരുന്നപ്പോൾ 20 കിലോഗ്രാമാണ് ഡിമാൻഡ് ചെയ്യപ്പെട്ടത്. വില 3 ആയി കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി 30 കിലോഗ്രാമായി വർദ്ധിച്ചു. 1 രൂപയായി വില കുറഞ്ഞപ്പോൾ 50 കിലോഗ്രാമായി ക്വാണ്ടിറ്റി വർദ്ധിച്ചു. ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് പോലെ പ്രൈസും ക്വാണ്ടിറ്റിയും വിപരീത ബന്ധത്തിലാണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു കമ്മോഡിറ്റിയുടെ വില കുറയും തോറും ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അളവ് കൂടുന്നു. വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയുകയും ചെയ്യുന്നു. ഡിമാൻഡ് ഷെഡ്യൂളിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഡിമാൻഡ് കർവ്. ഒരു സാധാരണ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നത്? അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ഇൻകം എഫക്റ്റ്. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുകയാണെന്ന് കരുതുക. അത് കൺസ്യൂമറിന്റെ റിയൽ ഇൻകം വർദ്ധിപ്പിക്കും. അദ്ദേഹത്തിന്റെ നോമിനൽ ഇൻകത്തിന് മാറ്റമുണ്ടാകുന്നില്ല. പക്ഷേ വില കുറഞ്ഞതുകൊണ്ട് അയാൾക്ക് ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ അളവിൽ സാധനം വാങ്ങാൻ കഴിയും. അതായത് പർച്ചേസിംഗ് പവർ വർദ്ധിച്ചു. അതിനാലാണ് റിയൽ ഇൻകം വർദ്ധിച്ചു എന്ന് പറയുന്നത്. പർച്ചേസിംഗ് പവർ വർദ്ധിക്കുമ്പോൾ ഡിമാൻഡും വർദ്ധിക്കുന്നു. ഇതാണ് ഇൻകം എഫക്റ്റ്. രണ്ടാമത്തതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. കമ്മോഡിറ്റിയുടെ വില കുറയുമ്പോൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് ഈ കമ്മോഡിറ്റി ചീപ്പർ ആകുന്നു. അങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. ടീ കോഫിയേക്കാൾ ചീപ്പർ ആയിരിക്കുന്നത് കൊണ്ടാണ് കോഫിയേക്കാൾ ടീയുടെ ഡിമാൻഡ് കൂടി നിൽക്കുന്നത്. മൂന്നാമത്തെ കാരണമാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇതെന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു. ഒരു കമ്മോഡിറ്റി തുടർച്ചയായി കൺസ്യൂം ചെയ്യുമ്പോൾ അഡീഷണൽ യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. അതായത് ആദ്യ യൂണിറ്റിനായി ചെലവഴിച്ച തുക നൽകാൻ രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കൺസ്യൂമർ തയ്യാറാകുന്നില്ല എന്നർത്ഥം. ഇതും ഡിമാൻഡ് കർവിന്റെ ഷേപ്പിനെ സ്വാധീനിക്കുന്ന കാരണങ്ങളിലൊന്നാണ്.
എല്ലാ ഗുഡിന്റെ കാര്യത്തിലും ലോ ഓഫ് ഡിമാൻഡ് ബാധകമാണോ എന്നതാണ് അടുത്ത ചോദ്യം. തീർച്ചയായും അല്ല എന്നതാണ് ഉത്തരം. ലോ ഓഫ് ഡിമാൻഡിന് എക്സെപ്ഷൻസ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വെബ്ലൻ എഫക്ട്. തേർസ്റ്റൻ വെബ്ലൻ ആണ് കോൺസ്പിക്യസ് കൺസംഷൻ എന്ന ആശയം മുന്നോട്ട് വച്ചത്. ചില കമ്മോഡിറ്റികളുടെ കേസിൽ അതിന്റെ വില ഉയർന്നു നിൽക്കുമ്പോഴായിരിക്കാം കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുക. ഉദാഹരണമായി റയർ പെയിന്റിങ്സ്, ഡയമണ്ട് പോലുള്ളവ. വില കൂടുതലായാൽ കൂടുതൽ പ്രസ്റ്റീജ് ലഭിക്കുമെന്ന തോന്നലുണ്ടാക്കുന്ന കമ്മോഡിറ്റികളാണ് ഇവയെല്ലാം. 2, ഗിഫൻ ഗുഡ്സ്. റോബർട്ട് ഗിഫൻ ആണ് ഈ ഒരു തരം ഗുഡ്സിനെ കുറിച്ച് വിശദീകരിച്ചത്. വില കൂടുന്തോറും ഡിമാൻഡും കൂടുന്ന ഇൻഫീരിയർ ഗുഡ്സ് ആണ് ഇവ. എല്ലാ ഗിഫൻ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സ് ആണ്, എന്നാൽ എല്ലാ ഇൻഫീരിയർ ഗുഡ്സും ഗിഫൻ ഗുഡ്സ് അല്ല. വരുമാനം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നവയാണ് ഇൻഫീരിയർ ഗുഡ്സ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മികച്ച ശമ്പളമുള്ള ഒരു ജോലി കിട്ടിയ ശേഷം സ്വന്തമായി ഒരു കാർ വാങ്ങി യാത്ര ചെയ്തു തുടങ്ങി. ഇവിടെ അയാളുടെ വരുമാനം വർദ്ധിച്ചതുകൊണ്ട് ഇൻഫീരിയർ ഗുഡ്സ് ആയ ബസ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ ഡിമാൻഡ് കുറഞ്ഞു. 1800കളുടെ മധ്യത്തിൽ അയർലൻഡിൽ ക്ഷാമമുണ്ടായപ്പോൾ ഉരുളക്കിഴങ്ങിന്റെ വില ഗണ്യമായി വർദ്ധിച്ചു. എന്നാൽ ഇതേ കാലയളവിൽ ഉരുളക്കിഴങ്ങിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഉദാഹരണമാണ് റോബർട്ട് ഗിഫൻ മുന്നോട്ട് വെച്ചത്. ഉരുളക്കിഴങ്ങിന്റെ വില വർദ്ധിച്ചപ്പോഴും മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ലഭ്യമല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഉരുളക്കിഴങ്ങിന്റെ ഡിമാൻഡ് വർദ്ധിച്ചത്. 3, ബാൻഡ് വാഗൺ എഫക്ട് ആൻഡ് സ്നോബ് എഫക്ട്. ഒരു കൺസ്യൂമർ മറ്റുള്ളവരെ അനുകരിച്ച് കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ബാൻഡ് വാഗൺ എഫക്ട്. ഉദാഹരണം, പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ വിപണിയിൽ ട്രെൻഡിംഗ് ആകുമ്പോൾ അതിന്റെ വില കൂടുമ്പോൾ പോലും ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഇതിന്റെ നേർ വിപരീതമാണ് സ്നോബ് എഫക്ട്. പൊതുവെ മറ്റുള്ളവർ ഉപയോഗിക്കാത്ത കമ്മോഡിറ്റികൾ മാത്രം ഡിമാൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിലൂടെ തന്റെ പ്രസ്റ്റീജ് കൂടുമെന്ന് ചിന്തിക്കുന്നവരാവാം, അല്ലെങ്കിൽ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവരാവാം. ഈ കേസിലും ലോ ഓഫ് ഡിമാൻഡ് ബാധകമല്ല. ഒരുപക്ഷെ വില കൂടുന്ന സാഹചര്യത്തിലാവാം ഡിമാൻഡ് കൂടുന്നത്. ലോ ഓഫ് ഡിമാൻഡ് ബാധകമാകാത്ത മറ്റു ചില സാഹചര്യങ്ങളാണ് ഫിയർ ഓഫ് ഷോർട്ടേജ്. ഭാവിയിൽ കമ്മോഡിറ്റിക്ക് ലഭ്യതക്കുറവുണ്ടാകുമെന്ന് കൺസ്യൂമറിന് തോന്നലുണ്ടായാൽ ഇനിയിപ്പോൾ വില ഉയരുന്ന സാഹചര്യത്തിലായാലും ഡിമാൻഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ നെസസിറ്റി ഗുഡ്സിന്റെ കാര്യത്തിലും പലപ്പോഴും ലോ ഓഫ് ഡിമാൻഡ് ബാധകമാകാറില്ല. വില കൂടിയാലും അത് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. ഗ്രോസറി, വെജിറ്റബിൾസ് എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തതായി നോക്കുന്നത് ഡിമാൻഡിന്റെ മൂവ്മെന്റും ഷിഫ്റ്റുമാണ്. വില ഒഴികെയുള്ള മറ്റു ഫാക്ടേഴ്സിലെ മാറ്റമാണ് ഡിമാൻഡിൽ ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, എക്സ്പെക്ടേഷൻ ഓഫ് ഫ്യൂച്ചർ പ്രൈസ്, പോപ്പുലേഷനിലെ മാറ്റം തുടങ്ങിയവയെല്ലാം ആണ് ആ ഫാക്ടേഴ്സ്. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അതേപോലെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. വിലയിലുണ്ടാകുന്ന മാറ്റം, ക്വാണ്ടിറ്റിയിലുണ്ടാകുന്ന മാറ്റമാണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് വേർഡ് മൂവ്മെന്റ് ആണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, റൈറ്റ് വേർഡ് മൂവ്മെന്റ് ആണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. Elasticity of demand measures the responsiveness or change in demand due to the factors like price, income, price of related goods, etc. പ്രൈസ് അടക്കമുള്ള ഘടകങ്ങൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന റെസ്പോൺസീവ്നെസ്സിനെയാണ് ഇലാസ്റ്റിറ്റിയിലൂടെ സൂചിപ്പിക്കുന്നത്. 3 വിഭാഗം ഇലാസ്റ്റിറ്റികൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസിലെ പെർസെൻറ്റേജ് ചേഞ്ചും ക്വാണ്ടിറ്റിയിലെ പെർസെൻറ്റേജ് ചേഞ്ചും തമ്മിലുള്ള റേഷ്യോ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. രണ്ടാമത്തത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. കൺസ്യൂമറിന്റെ ഇൻകത്തിലുള്ള മാറ്റവും അത് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന മാറ്റവുമാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി. അതേപോലെ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. റിലേറ്റഡ് ഗുഡ്സിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റം ഒരു പർട്ടിക്കുലർ ഗുഡിന്റെ ക്വാണ്ടിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. ഈ ടേബിൾ കൂടി നോക്കുക. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ കോഎഫിഷ്യന്റ് വാല്യൂ ഇൻഫിനിറ്റ് ആണെങ്കിൽ അതിനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കാം. വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ റിലേറ്റീവ് ഇലാസ്റ്റിക് ആണ്. ഇനി വാല്യൂ 1 ആണെങ്കിൽ അത് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. അതേപോലെ ലെസ് ദാൻ 1 ആണ് വാല്യൂ എങ്കിൽ അതിനെ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് വിളിക്കാം. ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ 0 ആണെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. വിലയിലെ മാറ്റം ഡിമാൻഡിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എന്നർത്ഥം. വിലയിലും അളവിലും ഒരേ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. അതേപോലെ വിലയിലെ വളരെ ചെറിയ മാറ്റം ഡിമാൻഡിൽ ഇൻഫിനിറ്റ് ചേഞ്ച് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കുമാണ്. ഇലാസ്റ്റിസിറ്റി കാണാനുള്ള വിവിധ മെത്തേഡുകളാണ് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്, പോയിന്റ് ഓർ ജിയോമെട്രിക് മെത്തേഡ്, ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ്, റവന്യൂ മെത്തേഡ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് തുടങ്ങിയവല്ല. ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം.
ഡിമാൻഡ് അനാലിസിസ് ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷന്റെ കൂടെ സഹായത്തോടെ വിശദമായി അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ തന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്ന ബുക്കിലൂടെയാണ്. ഈ ഭാഗത്തു നിന്ന് മുൻപ് ചോദിച്ചതും സാധ്യതയുള്ളതുമായ ചില ചോദ്യങ്ങൾ കൂടി പരിശോധിക്കാം.